എനിക്ക് ഈ ഫ്രൂട്ട്സുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ മാങ്ങ എന്ന് പറയുന്നത്. അത് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അതായത് നോർമൽ ആയിട്ടുള്ള ഫ്രൂട്ട്സുകളിൽ വെറൈറ്റി ഫ്രൂട്ട്സുകളിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഇഷ്ടമാണ്. പക്ഷെ നോർമൽ ആയിട്ടുള്ള ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയുള്ള ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മാങ്ങയാണ്. പിന്നെ അതാ ഞാൻ മാങ്ങ കട്ട് ചെയ്തുകൊണ്ടിരിക്കണ ഈ ക്യൂട്ടായിട്ടുള്ള നൈഫ് ആയിരിക്കും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ മുകളിൽ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. മാങ്ങ ഇങ്ങനെ പീസായിട്ട് വെറുതെ കഴിക്കുമ്പോൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇന്നെന്തായാലും ആസ്വദിച്ച് കഴിക്കണില്ല, കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. മാങ്ങ വെച്ചിട്ട് നല്ലൊരു ജ്യൂസ് അടിക്കുകയാണ്. മാങ്ങ സാലഡിന് വേണ്ടി വാങ്ങിയതാണെങ്കിലും ഒന്ന് ബാക്കി വന്നു. പിന്നെ അത് നമ്മൾ വെറുതെ വിടണ്ടല്ലോ. അപ്പോൾ എന്തായാലും തിക്കായിട്ട് ഒരു ഷെയ്ക്ക് രൂപത്തിലുള്ളൊരു സംഭവമാണ് നമ്മൾ അടിച്ചെടുത്തത്, ജ്യൂസ് അല്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒട്ടും വെള്ളം ചേർക്കാതെ വെറും പാലിലാണ് നമ്മളത് അടിച്ചെടുത്തിക്കണേ. നല്ല തിക്കായിട്ട് എടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ഇതേപോലെ ജ്യൂസായിട്ടും അടിച്ചെടുത്തിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടും അടിപൊളിയായിരുന്നു. ഈ ജ്യൂസിൽ ഞാൻ വേറെ ഐറ്റം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ റെസിപ്പി വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതുപോലെ മാംഗോ ജ്യൂസ് അടിക്കുമ്പോൾ. പിന്നെ ജ്യൂസ് അടിക്കുന്നത് മാത്രമല്ല കുടിക്കണേലും കാര്യമുണ്ട്. ഇതേപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള ബോട്ടിലൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. എന്താണെന്നറിയില്ല, അങ്ങനെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖീകരം. എന്തായാലും ജ്യൂസ് ക്ലാസിൻ്റെ ലിങ്ക് ഞാൻ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാം കേട്ടോ.